ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ സ്വാശ്രയ സമര വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചതോടെ ചോദ്യോത്തരവേള റദ്ദ് ചെയ്തു. സഭാ നടപടികൾ തൽക്കാലം നിർത്തിവെച്ചു. കക്ഷി നേതാക്കളുടെ യോഗം സ്പീക്കർ വിളിച്ചു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള കക്ഷി നേതാക്കൾ പങ്കെടുത്ത ചർച്ചയിൽ പക്ഷേ സമവായമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. മാനേജ്മെന്റുകളോട് ഫീസ് കുറയ്ക്കാൻ സർക്കാർ ആവശ്യപ്പെടണമെന്നും പരിയാരം സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ ഫീസ് കുറയ്ക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ കരാർ ഒപ്പിട്ട് കഴിഞ്ഞതിനാൽ ഇതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നതിനാൽ അവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തലവരി പണം പിരിക്കുന്നതിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് അനുകൂല നിലപാട് സർക്കാർ കൈക്കൊണ്ടു. വീണ്ടും സഭാ നടപടികൾ പുനരാരംഭിച്ചപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ പ്രധാന വിഷയം പരിഗണിക്കപ്പെടാതെ സഭ തുടരുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സമരം അവസാനിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് താൽപര്യമില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ വൈകാതെ ഏറ്റെടുക്കുമെന്നും അപ്പോൾ ഫീസ് ഘടനയിൽ അവിടെ മാറ്റം വരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തലവരി വാങ്ങുന്നതിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ 2 MLA-മാരുടെ നിരാഹാരം 6ാം ദിവസവും തുടരുമ്പോഴും പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതിനാൽ സഭ ബഹിഷ്കരിക്കുകയാണെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷം പ്രകടനമായി പുറത്തേക്ക് പോയി. നിയമസഭയിൽ നിന്ന് മഹേഷ് ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്.